കൊല്ലം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിനേഷ് വണ്ടി മേടിച്ചതിൻ്റെ ചിലവ് തന്നിട്ടുള്ളതെന്ന് ഓർത്തത്. എന്നാൽ പിന്നെ അതങ്ങ് നടക്കട്ടെ. മുടിയാനായിട്ട് വിശപ്പിൻ്റെ വിളി അടി തൊട്ട് മോള് വരെ എത്തി. പ്ലസ് എ ഹോം. ഓരോരോ തട്ടിപ്പുകളെ. എന്താ ഒരു ഭാഗ്യം, വയറിനൊത്ത ഭക്ഷണം. ആഹാ, ഇനി 1-2 പിക്ക് എടുക്കണം. വൈകിട്ട് അബീദിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സ് എടുക്കണം. ഹോ, എന്നാവൊക്കെ പരിപാടികളാ. ഇതെങ്ങടെ പോണേ? എങ്ങനെ പോണെന്ന് പറ. എന്ത് വഴിയായത്? ഇവിടെ വണ്ടി പോടാ. നീ എന്താ ആവശ്യമില്ലാതെ ഇങ്ങനെ കയറി പോണേ? ഇതെങ്ങടുള്ള വഴിയത്? എൻ്റെ ഒന്നോ, എന്താ ആവശ്യം നിനക്ക്? എൻ്റെ പള്ളി രാവിലെ വന്ന ഫുഡെല്ലാം തികച്ചു. ഇവിടെ എൻ്റെ വണ്ടി. ഓ, നീ എന്തായി കാണിക്കുന്നേ? ഇതെങ്ങടുള്ള വഴിയത്? എന്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നാ? എല്ലാം നശിപ്പിച്ചുല്ല നീ. എൻ്റെ പൊന്നോ, ഈ നാട്ടിൽ ഇത്രയും കാടുണ്ടാ? ഓ, റോഡ് തീർന്നു. ഭാഗ്യം. നിർത്ത്. ആ ഗേറ്റ് തുറക്ക്. എന്ത്? ഇത് ഞാൻ തന്നെ തുറക്കണോ? ആ തുറക്ക്. എന്ത് ആവശ്യമുള്ള നോക്കണേ. രാവിലെ ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് കാട്ടിനകത്തൊക്കെ കയറി. എന്തൊക്കെ പ്ലാനുണ്ടായിരുന്നു. വാ പോ. ഏത് മലമുട്ടിലേക്കാണ് നീ എന്നെ കൊണ്ടുപോണത്? ജോൺ എന്ന രാജകുമാരൻ്റെ സ്വർഗത്തിലേക്ക്. പിന്നെ രാജകുമാരൻ. എൻ്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? ഉണ്ണിക്കുട്ടാ, നാല് കാലും ഒരു മേൽക്കൂരയും വീടെന്ന് പേരും. കേറി വാടാ. ആ, കിടന്നേ. ഇരിക്കടാ. ഉണ്ണിക്കുട്ടനെ സ്കൂളിലേക്കാറായില്ലേ? വീട്ടിൽ അടുപ്പ് പുകയുന്ന തന്നെ തട്ടിമുട്ടിയ. അതിന്റെ കൂടെ മരുന്നോ മന്ത്രോ. ഇനി ഇവനെ കൂടെ പള്ളിക്കൂടത്തിൽ അയക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഇതെന്റെ കൂട്ടുകാരനാ. ഇവന് നിങ്ങളുടെ വീട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. എടാ, നിന്റെ വല്ല പൈസ ഇരിപ്പുണ്ടാ? എൻ്റെ ഇല്ല. നോക്ക്. എൻ്റെ ഇല്ലെന്ന്. എണ്ണി കിടക്കടാ. എൻ്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ?
എന്താ പൈസ അല്ലേ ചേച്ചി? വെച്ചു. അതും പോയി. വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചോണ്ട് ഇവിടെ വരികയും ചെയ്തു. കയ്യിലെ കാശും കളഞ്ഞു. കാണിച്ചു തരാട്ടാ. എന്താ ഹേയ് വാങ്ങി കഴിച്ചോടാ. നീ പേടിക്കൊന്നും വേണ്ട. നീ ആഴ്ചക്ക് 60 പ്രാവശ്യം ചെലവിന്റെ പേരിൽ വാങ്ങി കഴിക്കുന്ന ഫ്രൈഡ് ചിക്കന്റെ വേഷമൊന്നും ഇതിലുണ്ടാവില്ല. ഇവര് ഭക്ഷണത്തെ അത്രമാത്രം ബഹുമാനിക്കുന്നവരാ, അത്രയധികം സ്നേഹിക്കുന്നവരാ. ശരി, ഞാൻ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. നീ ഇന്ന് ആക്ഷേപിച്ച ആ ബോക്സിൽ വീഴുന്ന ഓരോ പൈസയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ സാധാരണക്കാരൻ്റെ ആയാലും പാവപ്പെട്ടവൻ്റെ ആയാലും പണക്കാരൻ്റെ ആയാലും കൊടുക്കാനുള്ള മനസ്സ് അത് ഈ നാട്ടിലെ എല്ലാവർക്കും ഒരുപോലെയാടാ. നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നതിൽ നിനക്കെന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ? സത്യം പറയാല, എനിക്ക് ശരിക്കും ദേഷ്യായി. ഞാനിവിടെ ആദ്യമായി വന്നത് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയാണ്. അന്നൊരു സീൻ ഞാൻ കണ്ടു. സമയത്തിന് മരുന്ന് കിട്ടാതെ മരിച്ചൊരു കുട്ടിയെ അടക്കം ചെയ്യുന്നത്. അന്ന് എനിക്കുണ്ടായ പേടിയും സങ്കടവും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് തൊട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരുടെ മുഖം എൻ്റെ ഓർമ്മയിൽ വരും. പിന്നെ നിന്നെ ഞാനിവിടെ കൊണ്ടുപോകുന്നത് നിൻ്റെ മുമ്പിൽ ആളാവാനല്ല. ആ ജോസേട്ടാ, ഇവിടെ വരെ വന്നതാ. ശരി. ഇപ്പം നീ ഇന്ന് ആ ഹോട്ടലിൽ ഭക്ഷണത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ, ബില്ല് ചുരുട്ടി ബോക്സിലിട്ടപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ ചെയ്ത തമാശയിൽ വിഷമം തോന്നിയത് എനിക്കാടാ. ആ വീട്ടിൽ ബൈക്കും വെച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒക്കെയായിരുന്നു. പക്ഷേ വഴിയിലുള്ളവരെല്ലാം ജോണിനോട് കാണിക്കുന്ന ആദരവും സ്നേഹവും എല്ലാം കാണുമ്പോൾ, അതിൽ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ, എൻ്റെ മനസ്സിൽ അത്ഭുതം കൂടിക്കൂടി വന്നു. ഗോന്നുകുട്ടിയേട്ടാ, 2 സോഡ. ഇതാടാ പറഞ്ഞോണ്ട്. എന്തോന്ന് ജീവിതമാടാ നമ്മുടെയൊക്കെ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ലൈക്ക്, ഷെയർ, വണ്ടി, ചെലവ്. നീ എന്താ ബോക്സിൽ ആ കടലാസിന് പകരം ഒരു 5 രൂപ ഇട്ടിരുന്നെങ്കിൽ എത്ര പേർക്ക് ഉപകാരം ഉണ്ടാവുന്നറിയോ? ആ ചോറിലൊഴിച്ച വെള്ളം, അത് കിട്ടാത്തവരുടെ പ്രാക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിൽ നമുക്ക് ദൈവത്തെ കാണാം. 10 പ്രാവശ്യം പള്ളിയിൽ പോകുന്നതിനൊക്കെ പുണ്യം കിട്ടും അതിന്. ദേഷ്യത്തിലാണേലും അവൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവൻ പറഞ്ഞതിൽ എന്തൊക്കെയുണ്ട്. അല്ലേലും ആരോടാണ് എനിക്ക് അറപ്പ് തോന്നേണ്ടത്? എന്നോട് തന്നെയല്ലേ. ഈ നിഷ്കളങ്ക ചിരിയിൽ ഞാൻ ദൈവത്തെ കാണുന്നു. യാത്ര പറഞ്ഞിറങ്ങുകയാണ് ജോണിൻ്റെ സ്വർഗത്തിൽ നിന്ന്. ഇനിയും വരാമെന്ന് മനസ്സിൽ വാക്ക് കൊടുത്തുകൊണ്ട്. ഇത് തട്ടിപ്പല്ല, പാവപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഇതെൻ്റെ കടമയാണ്. പങ്കുവയ്ക്കലിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നു.
അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപത 5 വർഷങ്ങൾക്ക് മുമ്പ് സമാരംഭിച്ച മനുഷ്യ സേവന പദ്ധതിയാണ് ബ്ലെസ് എ ഹോം. ഒരു മാസം 10 ലക്ഷം രൂപയാണ് ഇങ്ങനെ 1000 കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം ദരിദ്രരും രോഗികളുമായിട്ടുള്ള നിർധനരായിട്ടുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കുക, അതുവഴി സ്വയം പര്യാപ്തതയിലേക്ക് പ്രസ്തുത കുടുംബങ്ങൾ എത്തിച്ചേരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഭൗതികമായിട്ടുള്ള യാതൊരു പ്രതിഫലം ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള യാതൊരു നേട്ടവും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. എന്നാൽ ഇപ്രകാരം ഈ പ്രോജക്റ്റ് വിജയകരമായിട്ട് പൂർത്തീകരിക്കുവാൻ ഇതിന് സഹായിക്കുന്നവരും ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരും ചെയ്യുന്നത് അവരിലുള്ള ദൈവവിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. ഈ പ്രോജക്റ്റ് ഒരു ജനകീയമായിട്ടുള്ള പ്രോജക്റ്റാണ്. ജാതി മതഭേദമന്യേ, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പ്രോജക്റ്റിനെ ഹൃദയത്തിൽ പേറി അവരുടെ സമ്പത്തിൽ നിന്നും ഒരംശം ഈ പദ്ധതിയിലേക്ക് നൽകുകയാണ്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഈ കഴിഞ്ഞ 5 വർഷത്തിലുടനീളം ലഭിച്ചു എന്നതിൽ ഏറെ സംതൃപ്തിയുണ്ട്. നിസ്വാർത്ഥതയോടുകൂടെ അധ്വാനിക്കുന്ന നല്ലൊരു ടീം ഇതിൻ്റെ പുറകിലുണ്ട്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ ജോസ് പാലാട്ടിയച്ചനാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട വർഗീസ് അരിക്കാട്ടച്ചനാണ് ഈ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. ശ്രീ ജിജി മാമ്പിള്ളിയാണ് വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് നല്ലൊരു സജീവമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ബോഡിയുണ്ട്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. ഈ രൂപതയിലെ ഓരോ ഇടവകയും പ്രതിനിധീകരിച്ചിട്ടുള്ള കോർഡിനേറ്റേഴ്സുണ്ട്. കൂടാതെ ഔദാര്യമതികളായിട്ടുള്ള ബെനഫാക്ടേഴ്സും. ഇവരെല്ലാവരും ഒത്തുചേർന്നാണ് ഈ പ്രോജക്റ്റിനെ സഹായിക്കുന്നത്. ഇതിൻ്റെ സഹായം ലഭിക്കുന്നവർ ഇരിങ്ങാലക്കുട രൂപതയിലുള്ളവർ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും നിർധനരായിട്ടുള്ള കുടുംബങ്ങളിലേക്കും ഈ പ്രോജക്റ്റിൻ്റെ സഹായം എത്തുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾക്കും തുടർന്ന് ഈ പ്രോജക്റ്റിനെ സഹായിക്കാം, ഇതിൻ്റെ പ്രചാരകരും പ്രഘോഷകരുമായിട്ട് വർത്തിക്കാം. ഈ പ്രസ്ഥാനത്തെ സഹായിക്കുകയും ഔദാര്യത്തോടുകൂടെ സംഭാവനകൾ നൽകി സഹകരിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും സർവേശ്വരൻ കാത്തു സംരക്ഷിക്കട്ടെ. സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ഈ വലിയ പ്രോജക്റ്റിൽ തുടർന്നും നിങ്ങൾ പങ്കുചേർന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.